എന്താ മോനെ? എന്താടാ ഇനി ഹാപ്പി ന്യൂസ്? യെസ്, ഹാപ്പി ന്യൂസ്. ഞാൻ തീരുമാനിച്ചു ആരാണ് ഇനിയുള്ള കാലം എന്റെ ജീവിതം ഷെയർ ചെയ്യുകയെന്ന്. കല്യാണം നിശ്ചയിച്ചോളൂ. ഐ എം റെഡി. ആരാ മോനെ? ആരാടാ? വെയിറ്റ്, ഇറ്റ്സ് എ സർപ്രൈസ്. രവി പറഞ്ഞിട്ട് പോടാ മോനെ. ശംഭു കണ്ണാ പറഞ്ഞിട്ട് പോടാ. എമ്മാടി ആരാവും? വെയിറ്റ്, ഇറ്റ്സ് എ സർപ്രൈസ്. അഭിരാമി. യെസ്. നീ ചുമ്മാ അല്ല ഡെന്നിസ്. ഞാൻ തീരുമാനിച്ചു. എന്റെ കള്ളത്തരങ്ങൾ ഏതാണ്ടൊക്കെ അറിയാവുന്നത് അവൾക്കാ. പിന്നെ അവൾക്കങ്ങനെ ലൈഫിനെ കുറിച്ച് വലിയ മോഹങ്ങളൊന്നും മനസ്സിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള കക്ഷികളൊക്കെ ഭയങ്കര അംബീഷ്യസാ. നമ്മുടെ ലൈനിൽ ഒത്തുകിട്ടില്ല. ഷീ സിമ്പിൾ, ഡൗൺ ടു എർത്ത്. എല്ലാത്തിന്റെ മേലെ കോമൺ സെൻസും ഉണ്ട്. അല്ല, അപ്പൊ നിന്നെ സ്നേഹിക്കുന്ന പൂച്ചയയച്ച് ചുമ്മാ കുട്ടിക്കളി. ഇനി അതിന്റെ പുറകെ നടക്കാൻ വയ്യ. അതിലൊക്കെ വല്ല സീരിയസ്നെസ്സും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് മറന്നീക്കി വന്നേനെ. ഇത് മതി. നീ സംസാരിച്ചോ അവളോട്? ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഞാനത് പുറപ്പെടുക. അമ്മയെ വിളിച്ചോണ്ടിരാ. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും നീ അവളോട് ഒന്ന് സംസാരിച്ചേക്കണം. ഞാനോ? ആ, അവളുടെ ഒരു ലൈൻ എന്താന്ന് മനസ്സിലാക്കണമല്ലോ. എനിക്ക് നേരിട്ട് പ്രസന്റ് ചെയ്യാൻ ചമ്മല. അവളുടെ ഭാഗത്തുനിന്നൊരു നോ വരാൻ വഴിയില്ല. ഇക്കാര്യം സമയവും സന്ദർഭവും നോക്കി എങ്ങനെയെങ്കിലും നീ ഒന്ന് ഹാൻഡിൽ ചെയ്യേ. പോയിട്ട് വരട്ടാ. എല്ലാരും കൂടി ഒരു അതെ അതെ ഡോണ്ട് ഫൈറ്റ്. ഓക്കെ അങ്കിൾ ദേ വരുന്നു. എല്ലാവരും കളിച്ചു. പിള്ളേരൊരു വഴിയാക്കിയല്ലേ? ഹേയ്, ഐ ആം എൻജോയിങ്. നഷ്ടപ്പെട്ട ബാല്യം, നൊസ്റ്റാൾജിയ എന്നൊക്കെ ലിറ്ററേച്ചറിൽ പറയുന്ന ആ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ട ബാല്യത്തിൽ അങ്ങനെ ഓർക്കാൻ കൊള്ളാവുന്നതായി ഒന്നുമില്ല. ഓർഫനേജും അവിടുത്തെ പട്ടാളച്ചിട്ടയിലെ ജീവിതവും ഇതല്ല. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാം പുതിയതാണ്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്ന അച്ഛനെയും അമ്മയും കിട്ടി. ഓരോ വെക്കേഷന് യാത്രകൾ, എല്ലാ കസിൻസും ഒത്തുകൂടുന്ന ദിവസങ്ങൾ, ഒരുമിച്ചാണ് ഉറക്കം, എല്ലാം കൂടി ഒരു മുറിയില്, തലയുടെ കൊണ്ട് സ്റ്റണ്ട്. അങ്ങനെയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. വളർന്നുപോയി, അതാ പറ്റിയ കുഴപ്പം. എന്നും കുട്ടിക്കാലം ഒരു ബോൺസായി ടൈപ്പിൽ അങ്ങനെ നിൽക്കണം. വളർന്നിട്ടും വികൃതിക്കും കുറുമ്പിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതൊക്കെ വെറുതെ പ്രിറ്റൻഡ് ചെയ്യുന്നതല്ലേ. മറ്റുള്ളവർക്ക് സന്തോഷാവുന്നെങ്കിൽ ആവട്ടെ എന്നും കരുതി. ഒരു ബിഗ് സർപ്രൈസ് ആമിയെ കാത്തിരിക്കുന്നു. Can you guess? എന്നെ കാത്തൊരു സർപ്രൈസ്. ഇല്ല ഡെന്നിസ്, എന്നെ തേടി വരാനുള്ളത് ഒരു ന്യൂസ് മാത്രമാണ്. അത് കേൾക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം എനിക്കറിയില്ല. ആമി എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ചുമ്മാ വട്ട്. നമുക്ക് പോവാ ഡെന്നിസ്, ഞാൻ കുട്ടികളെ വിളിക്കാം. ഓക്കേ, ഇല്ല രവി, എനിക്ക് കഴിയില്ല ആമയോടത് പറയാൻ. വൃത്തികെട്ടവൻ. പറഞ്ഞു കാണത്തില്ല. എന്റെ മനസ്സിനകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചത് അവളെന്തോ മറ്റോ കണ്ടില്ലെന്നോ. ഒടുക്ക എന്നോട് കിളി വർത്താനം പറഞ്ഞാൽ ദാണ്ടേ എന്റെ കൊണം തെറ്റുട്ടോ. എന്നാടാ കുറെ നേരമായിട്ട് മൊണാന്ന്? നിനക്ക് എന്നാ വേണം? പകലാ കൊച്ചിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്ത് കാര്യം? ദാണ്ടേ കിടക്കുന്നു. ഇപ്പൊ അങ്ങനെയായോ? ഇറപ്പില്ല. എന്നാ കോപ്പി ചോദിച്ചോന്നാ? അമ്മയെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് അവൻ അവളെ കിട്ടാൻ തീരുമാനിച്ച കാര്യം ഞാൻ അവളോട് പറയണമെന്ന് അവൻ പറഞ്ഞു വെച്ച് പോയിരിക്കുന്നത്. അതാണോ ചോദിക്കുന്നത്? രവി സാറ് ആ കൊച്ചിനെയോ? അതെങ്ങനെയാ? അത് നടക്കില്ല. രവി സാറിന് വേറെ പെമ്പിള്ളേര്, അതിൽ ഏതെങ്കിലും ഒന്നിനെ കെട്ടിയാ മതി. ഇതിൽ കൈ വെക്കണ്ട. ഒന്നങ്ങ് തെറിഞ്ഞാൻ. എടാ, അവരൊരു കുടുംബമാ. അതിനകത്ത് എനിക്ക് നിനക്കും എന്താ കാര്യം? കോമൺ സെൻസ് വേണം. ഓ, എനിക്ക് ഇത്തിരി കുറവാ ഈ പറഞ്ഞ തരത്തിലുള്ള സെൻസ്. എനിക്ക് എന്താ അറിയൂ, ഡെന്നി സാറിന് ആ കൊച്ചിന് ഇഷ്ടാ, ഏതാണ്ട് ആ കൊച്ചിനും. ഇത് തമ്മിൽ തുറന്നു പറയേണ്ട കാര്യമുള്ളൂ. കൃത്യം 8 മണിക്ക് ആ കുട്ടി ഇങ്ങോട്ട് വരും. പറയാനുള്ളതും കേൾക്കാനുള്ളതും എല്ലാം തുറന്ന് ഇവിടെ വെച്ചടിച്ചേക്കണം. അഭിരാമി ഇങ്ങോട്ട് വരെ. ആ, കൃത്യം 8 എന്റെ പള്ളി മണി 8 ഞാൻ പോവാ. നീ അങ്ങോട്ട് മൂത്ത് ഒഴിച്ചിട്ട് വരെ.
എന്റെ കർത്താവേ, ഇതില്ല. ഒരു ധൈര്യത്തിൽ. Dennis the Menace? May I come in? ആമി, വരൂ, വരൂ. Please come. Yes. പറയൂ. എന്തോ എന്നോട് പറയാനുണ്ടെന്ന് മോനായി പറഞ്ഞു. Something very serious? അത് ആമി, ഞാൻ ഈ വിറയലും വെപ്രാളൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് കോളേജ് ക്യാമ്പസിന്റെ ചില കോർണേഴ്സിലാണ്. ലൈബ്രറി ഹാളിന്റെ ഉള്ളിൽ, ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിൽ ചെല്ലുമ്പോ, കോളേജ് ഡേ ഫംഗ്ഷൻ നടന്ന് ബാക്ക് സ്റ്റേജിന്റെ മറവിൽ. എന്താ ചായ പ്രശ്നം? ഒന്നുമില്ല. നത്തിങ്. ഇല്ല? ഇല്ല. ഓക്കെ. എനിവേ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടി വരികയാണ്. ഐ റിയലി ലൈക്ക് യു മിസ്റ്റർ ഡെന്നിസ്. ദാ തുടങ്ങി, അവിടെ തിയേറ്ററുകൾ തുടങ്ങി. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. മതി, ഇത്രയും മതി. എന്ത് മതിയെന്ന്? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് പോരുന്നോന്നല്ലാന്ന് മോനായിക്ക് അറിയാൻ സാറേ. എടാ കോപ്പ, നിന്നെ ഞാനിന്ന്. ആ, ഡെന്നിസ്, അമ്മ. അമ്മയ്ക്ക് മനസ്സിലായോ ഇവനാരാന്ന്? ഓടെ പോട്ടെ. ഡെന്നീസ് എന്ന് വിളിച്ചിട്ട് മനസ്സിലായോന്ന്? സുഖാണോ മോനെ? ആ, എങ്ങനെയുണ്ട് മോന്റെ പാർട്ട്ണർ? നല്ല കുട്ടിയാണോ? കുഴപ്പമില്ല. അല്ലമ്മേ, ഈ പാർട്ട്ണർഷിപ്പില് ഒരു വ്യവസ്ഥ കൂടി ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മേലെ എനിക്കുള്ള അവകാശത്തിന്റെ പകുതി ഞാൻ ഇവന് വെച്ചു. നന്നായി. നീ തലതിരിഞ്ഞു പോയാലും അമ്മയ്ക്ക് വേറൊരു മോനുണ്ടല്ലോ. ഇതാരെന്ന് മനസ്സിലായി നിനക്ക്? എടാ ബാലമാമ, ആമിയുടെ അച്ഛനും അമ്മയും അങ്ങനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഡെന്നിസിന് മനസ്സിലാകാൻ കൂടുതൽ ഈസി. എവിടെ? കുട്ടികളൊന്നും പുറത്തു കണ്ടില്ല. കുട്ടികളെ അല്ല ഈ അന്വേഷണം. സ്വന്തം മോളെവിടെന്നാ? നമുക്ക് അകത്തേക്ക് പോവാം. വാമേ. നീ സംസാരിച്ചോ അമ്മയോട്? ഇല്ല, സംസാരിക്കാൻ പറ്റിയില്ലടാ. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി വേണ്ട. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ബാലമ്മാമയെ കാണേണ്ട താമസം സംഗതി പൊട്ടിച്ചു. ഇപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷത്തില. ഇന്നോ നാളെയോ സംഗതി നടത്തിയേക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി. ഞാനൊന്ന് അവിടെ ചെല്ലട്ടെ. എന്തിന്? ഓ, ഒന്നും അറിയാത്ത വാവ. അയ്യടാ. എന്താ നിങ്ങക്ക് രണ്ടിനും? വെഡിങ് ബെൽസ് മുഴങ്ങുന്നു മോളെ. ഇതാ അപ്പുറത്തെ മുറിയിൽ നിന്റെയും രവേട്ടിന്റെയും മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് നീ ഇവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചുരുണ്ട് കിടക്കുന്നു കള്ളി. ദേവു, മറ്റു രണ്ട് സൂപ്പർ കള്ളികളും എന്ത് ചെയ്യും? പൂച്ചയും സോങ്ങും. ഞാൻ അറിയാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നു. What the hell? ആര് പറഞ്ഞു ഞാൻ രവേട്ടിനെ മാരിയെന്ന്? എവിടെയായിരുന്നു? കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് മടി. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ? അതൊക്കെ അങ്ങ് മാറിക്കോളും. അവള് മിടുക്കിയ കുട്ടിയല്ലേ. എന്താ എല്ലാരും കൂടി ഒരു പൊട്ടിച്ചിരി? ഇങ്ങനെ വല്ലപ്പോഴും ഒത്തുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമല്ലോ ചിരിക്കാൻ. ഞാനും കേട്ടൊരു തമാശ. നമുക്ക് എല്ലാവർക്കും കൂടെ ചിരിക്കാൻ. ഞാൻ രവിയേട്ടനെ മാരി ചെയ്യാൻ പോണൂന്ന്. ആ പൊട്ടികൾ അപർണയും ദേവും എന്ന് പറയുക എന്നോട്. നീ അത് തമാശയാന്നാ കരുതിയിരിക്കുന്നത്? ഞങ്ങളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. എന്നോട് ചോദിക്കാതെ. How can you do that? ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണ്ടേ. ഞാനത് തീരുമാനിച്ചിട്ടുമുണ്ട്. നിനക്ക് എന്താ ആമി? നീ ഇങ്ങനെ റിബലാവുന്നത് എന്തിനാ? നിന്റെ നന്മയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ നന്മയൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. തർക്കുത്തരം പറയുന്നു അച്ഛനോട്. നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? നീ ഇങ്ങനെ അന്യരോട് പെരുമാറുന്നത് പോലെ ഞങ്ങളോട്. ഒരു കണക്കിന് അന്യരല്ലേ? ഇത്രയും കാലം വളർത്തുന്നല്ലാതെ വേറെ എന്ത് റൈറ്റ്സ് ഉണ്ട്? എന്താ ഈ കുട്ടിക്ക്? ഇന്ന് വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചിട്ടില്ല ഞങ്ങൾ അവളെ. അതിന്റെ പ്രതിഫലം തരുന്നതാണ് അവൾ. സ്നേഹം അളവിലും കൂടുതൽ കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം. എന്നെ ഉപേക്ഷിച്ചിട. ഞാൻ ഇറങ്ങി പൊക്കോളാം. ആമി, എന്താ എന്താ നീ ഇങ്ങനെയൊക്കെ? എനിക്ക് രവിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള ആളെ നിനക്ക് വിവാഹം കഴിക്കാം. നിന്റെ ഇഷ്ടം എന്താണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. കഴിയില്ല അത്. വൈ? ഡെന്നിസിനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിലോ?
അതെ, എനിക്കിഷ്ടമാണ് ഡെന്നിസിന് എന്നെ. ഇവരെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ബാലമാമ, ആമി പോ. ആമി പുറത്തു പോ. രവി, മുത്തശ്ശ പ്ലീസ്, ആരും ഇമോഷണലായി വെറുതെ വെള്ളം വെക്കരുത്. ഇതെനിക്ക് വിട്ടുതരിക, ഞാൻ കൈകാര്യം ചെയ്തോളാം. ആമിയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഈശ്വര, എന്താണ് ഈ കുട്ടിക്ക് പറ്റുന്നതാവോ? സത്യമാണോ രവി അവള് പറഞ്ഞതല്ല? എന്താ? ഏയ്, ഒന്നുമില്ല. ഒരു ചെറിയ പെയിൻ പോലെ. മോനെ, രവി. ഞാൻ ഡോക്ടറെ വിളിക്കാം. അത്രയ്ക്കൊന്നുമില്ലെന്ന്. നീ ചെല്ലു രവി, വേഗം. ഓ, രവി, എടാ 2.5 വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷെ 2 ജന്മത്തിന്റെ അടുപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്റെ വിശ്വാസം നമ്മൾക്കിടയിൽ ഒന്നിനൊരു മറയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നീ എന്റെ ധാരണ തെറ്റിച്ചു ഡെന്നിസ്. രവി. ഏയ്, നിനക്ക് എന്നോട് പറയായിരുന്നു, നീ മാമിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കില്ലടാ. നീ എന്നെ മനസ്സിലാക്കില്ലല്ലോ ഡെന്നിസ്. രവി, അതങ്ങനെയല്ല രവി. നീ ആമിയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞപ്പോ അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഇതൊരു പ്രേമമോ പ്രണയമോ മാങ്ങാ തൊലിയോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ തോന്നി അവളെങ്കിൽ അവളെന്ന്, അത്രേ ഉള്ളൂ. എനിക്ക് നിന്നോടെല്ലാം പറയാമായിരുന്നു, തെറ്റാം. പക്ഷേ രവി, ഞാനും ആമി അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല. എനിവേ, ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് പകരം വഴക്ക് പറയേണ്ടി വന്നൊരു സങ്കടമുണ്ട്. നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ചേനെ. അവളത് കുളമാക്കി മുഖത്തടിച്ച പോലെ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാരും ഷോക്ക്ഡായിപ്പോയി. ഞാൻ ആ ഡോക്ടർ സാമുവലിനെ വിളിച്ചിട്ട് വരാം. മുത്തച്ഛനെ നെഞ്ചുവേദന. ഞാനും കൂടെ വരാം. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തശ്ശന് സുഖമില്ലാന്ന് രവി പറഞ്ഞു. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ നെഞ്ച് വേദനിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആരെയും വേദനിപ്പിക്കുന്നതൊന്നും ഞാനായിട്ട് ചെയ്യില്ല. ആമി. സോറി മിസ്റ്റർ ദിനേശ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. If you don't mind, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. Will you please? സോറി. ചീത്തയാങ്കിള്. We hate you. ആ കുഞ്ഞുങ്ങൾ വി ഹേറ്റ് യു എന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കിലത് കൊണ്ടത്. അവൾ എന്തിനാ അത് അങ്ങനെ അങ്ങ് വിളിച്ച് പറഞ്ഞത്? ഇത് എന്നായാലും ഒരു ദിവസം പറയണ്ടേ? അതിന് ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചോ, തീരുമാനിച്ചോ? അവളെ അല്ല, നിന്നെയാ പറയേണ്ടത്. പന്ന, നീ ഒരൊറ്റൊരുത്തനാ ഇതിന് ഇത്രയും വളം വെച്ചത്. എനിക്കറിയാം, ഇത് കൊടുക്കാൻ എന്റെ നേരെ തിരിയുന്നു. ചുമ്മാ അല്ലല്ലോ, നീയല്ലേ എന്നെ ഗീറ് കയറ്റി വിട്ടത്. ഐ ലൈക്ക് യു എന്ന് പറഞ്ഞ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. സാറിതിപ്പോ വലിയ അനുഭവം പോയിട്ട് ഈശോന്നും ആക്കണ്ട. പോയി കടന്നുറങ്ങാൻ നോക്ക്. ഇത് കുടിച്ചാ കുപ്പികൾ കൊടുക്കും. നീ എന്റെ പാറൊക്കെ പോടാ. ആ രവി സാർ അവിടെ കിടന്ന് അന്വേഷിക്കണ്ടാവും. ഇല്ലടാ, അവൻ ഇനി എന്നെ അന്വേഷിക്കില്ല. അവനെന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എന്റെ തരമല്ലടാ ഞാൻ അവനോട് കാണിച്ചത്. ആ പാവങ്ങളെ മുഴുവൻ വേദനിപ്പിച്ചിട്ട് എനിക്കാരെയും കിട്ടണ്ട. എനിക്ക് അവരുടെ സ്നേഹം തിരിച്ചു കിട്ടിയാൽ മതി.